പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ തുടങ്ങി ഏകദേശം 3-4 വർഷമായി. ആ ഓരോ വെള്ളിയാഴ്ച രാവിലും നമ്മളത് ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വലാത്ത് ചൊല്ലലാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല. അഅ്ലമു സ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിന്റെ പേര്. വിശാലമായ സ്വലാത്താണ്. സാധാരണക്കാരായ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും നമുക്ക് പറയാനും ഒക്കെ നമുക്ക് എളുപ്പമുള്ള തരത്തിൽ ചുരുക്കി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ആ സ്വലാത്തും അതിന്റെ അർത്ഥവും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം 55 കോടി പുണ്യമാണ്. വൻ പാപങ്ങൾ ഉൾപ്പെടെ അല്ലാഹു തആല പുറത്തു തരുന്ന സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്തിന്റെ നേട്ടം അത്രമാത്രമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഈ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോവണ്ട. അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലാനും ചൊല്ലുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ കരസ്ഥമാക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, വാപ്പമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ശവ്വാൽ മാസം, ആ ശവ്വാൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഈ വെള്ളിയാഴ്ച രാവിനെ, നാളത്തെ വെള്ളിയാഴ്ച പകൽ ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്താനുള്ള സൗഭാഗ്യം നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളിപ്പോൾ വെക്കേഷൻ കാലത്തിലാണ് അല്ലേ? അൽഹംദുലില്ലാ. മദ്രസയൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും വെക്കേഷൻ കാലത്താണ് അവരുള്ളത്. മദ്രസയിൽ കൃത്യമായി അവരെ വിടാൻ മറന്നു പോകരുത്. മാത്രമല്ല, പിന്നെ പല കുട്ടികളും ഇപ്പോൾ ടൂറിന് പോകുന്നു, ട്രിപ്പ് പോകുന്നു, പല സ്ഥലത്തും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്തൊക്കെ പ്രത്യേകമായി നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല സ്ഥലത്തും നല്ല ശക്തമായ മഴയുണ്ട്, പല സ്ഥലത്തും വെള്ളമൊക്കെ പൊങ്ങി നിൽക്കുകയാണ്. മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഇപ്പോൾ സ്കൂളുകളുള്ള കാലമാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ സ്കൂളില്ലാത്ത ഈ സമയത്ത്, വെക്കേഷനായ ഈ സമയത്ത് നമ്മുടെ മക്കളെയൊക്കെ വിളിച്ചിരുത്തി വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ എന്താണ് വെള്ളിയാഴ്ച രാവ് എന്നൊന്നും അറിയാതെ ദീനുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി വീട്ടിലുള്ള വല്ലുപ്പമാര്, ഉമ്മമാര്, വാപ്പമാര് നമ്മുടെ മക്കളെ, നമ്മുടെ പേരക്കുട്ടികളെ വിളിച്ചിരുത്തി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ് അല്ലെ? 5 രാവുകൾക്ക് പ്രത്യേകമായി ഇജാബത്തുണ്ട് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രാവ് വെള്ളിയാഴ്ച രാവാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലും അല്ലാഹു തആല ആയിരക്കണക്കിന് മലക്കുകളെ ഭൂമിലോകത്ത് ഇറക്കുമെന്നാണ്. അവരിറങ്ങിയിട്ട് ആരൊക്കെ ഈ രാവിൽ ദുആ ചെയ്യുന്നോ ആ ദുആ രക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ദുആ രക്കുമെന്നാണ്. അല്ലാഹുവേ, ഇയാളുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണം, ഇയാളുടെ ദുആ നീ സ്വീകരിക്കണം, ഇയാളുടെ പ്രതിസന്ധികൾ ദൂരീകരിച്ചു കൊടുക്കണമെന്ന് അയാൾക്ക് വേണ്ടി മറ്റു മലക്കുകൾ ദുആ രക്കുമെന്നാണ്. മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ഇറക്കുന്ന ഒരു രാത്രി കൂടിയാണ് ഈ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത മറന്നു പോകരുത്. ഈ വെള്ളിയാഴ്ച രാവിൽ ചെയ്ത ദുആഇന്റെ ഫലമാണ് പല പ്രവാചകന്മാർക്ക് പോലും അല്ലാഹു തആല പല അത്ഭുതങ്ങളും പല സൗഭാഗ്യങ്ങളും അല്ലാഹു തആല കൊടുക്കാനുള്ള കാരണം ഈ വെള്ളിയാഴ്ച രാവിൽ ചെയ്ത ദുആഇന്റെ ഫലമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ ദുആ ഒരുപാട് എഫക്റ്റീവാണ്. വീടില്ലാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഖൈറായ വീടുണ്ടാവണം. വാടക വീട്ടിലാണ് കഴിയുന്നത്, പണയത്തിനാണ് കഴിയുന്നത്. സ്വന്തമായി നല്ല വീടുണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. വീട് പണി നടക്കുന്നവരുണ്ട്, അതൊക്കെ എളുപ്പമാവണം. അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവർ, മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ, കടങ്ങൾ വീട്ടാൻ എളുപ്പവഴി ഇല്ലാത്തവർ, കടങ്ങൾ കുന്നുകൂടി കിടക്കുന്നു അല്ലെ, അതുപോലെ തന്നെ ലോൺ അടക്കുന്നു, പൈസ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 100 കൂട്ടം നീറുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതിനൊക്കെ പരിഹാരം കിട്ടാൻ ഈ വെള്ളിയാഴ്ച രാവൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അതൊക്കെ വളരെ ഖൈറാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ
വെറുതെ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മലനിട്ട് കാര്യമില്ല. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. പടച്ചോനിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ പടച്ചോൻ ഒരു വഴി നമുക്ക് തുറന്നു തരും. അത് ഏത് പ്രതിസന്ധി സമയത്താണെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് പടച്ചോൻ ഒരു വഴി തുറന്നു തരും. ആ വഴി തുറക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം വെള്ളിയാഴ്ച പകലിൽ ചെയ്യുന്ന നല്ല ദുആയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരുന്നു. ഇന്നത്തെ അസറിന് ശേഷം നഖം വെട്ടാനുള്ളവരൊക്കെ നഖം വെട്ടുക. അതെന്താണ്? കുഷ്ഠരോഗത്തെ തൊട്ടും വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ കാരണമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ കഹഫ് ഇന്നും ഓതാം. ഇന്നോതിയാൽ പ്രതിഫലമുണ്ട്. പറ്റുമെങ്കിൽ നാളെയും ഓതാം, എന്നാലും പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഓതിയാൽ തന്നെ നാളെ ഓതണമെന്നില്ല. അപ്പോൾ അങ്ങനെ സൂറത്തുൽ കഹഫ് നമ്മൾ ഓതേണ്ട സമയമാണ്. ഒരുപാട് കണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. സ്വലാത്ത് ഏതാനും വർഷങ്ങളായല്ലോ നമ്മുടെ ഈ ചാനൽ, ഏകദേശം 3 വർഷത്തോളമായി നമ്മുടെ ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട്. ആ തുടങ്ങിയ സമയം മുതലേ എല്ലാ വെള്ളിയാഴ്ച ദിനത്തിലും വെള്ളിയാഴ്ച രാവിലും, ചിലപ്പോൾ ചില വെള്ളിയാഴ്ചയൊക്കെ വിട്ടുപോവാം, അല്ലെങ്കിൽ ചില വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ വേറെ വിഷയങ്ങളായിരിക്കും സംസാരിക്കുക. എന്നാൽ ബഹുഭൂരിപക്ഷം സമയത്ത് നമ്മൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് നടത്താറുള്ളത്, അല്ലേ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചൊല്ലിയാൽ സ്വീകരിക്കപ്പെടും, ഉറപ്പാണ്. ഒരിക്കലും നമ്മളിൽ നിന്നും വിട്ടുപോവാത്ത ഈ നിഴലുണ്ടല്ലോ, നിഴൽ. ഇപ്പം എനിക്ക് നിഴലുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൈ ഉയർത്തിയല്ലോ, അപ്പോൾ എൻ്റെ നിഴൽ ഇപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റും. നിഴൽ, ഇപ്പം നമുക്ക് നിഴൽ നമ്മുടെ കൂടെ ഉണ്ടാകും, അല്ലേ? നിഴൽ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഉണ്ട്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ലായിരുന്നു എന്നാണ്. നബി തങ്ങൾക്ക് നിഴൽ ഇല്ലായിരുന്നു, നമുക്ക് നിഴലുണ്ട്. അപ്പോൾ ഈ നിഴൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മളുള്ള കാലത്തോളം നമ്മുടെ കൂടെ ഈ നിഴലുണ്ടാകും. എന്നതുപോലെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ കൂടെ ഉണ്ടാവും. വേറെ ആര് എത്ര പരിശ്രമിച്ചാലും അതിൻ്റെ പ്രതിഫലം കൊണ്ടുപോകില്ല. നമ്മുടെ നിസ്കാരം, അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെ കിട്ടുമോ, അതിൻ്റെ കൂലി നമുക്ക് തന്നെ കിട്ടുമോ, നമുക്ക് ഒരു ഉറപ്പില്ല. നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്രതിഫലം പോയേക്കാം. നമ്മൾ പിടിക്കുന്ന നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, സ്വതക്കുകളൊക്കെ, അതിൻ്റെ പ്രതിഫലമൊക്കെ നാളെ പടച്ചോൻ എനിക്ക് തന്നെ തരുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം എന്താണ്? ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിൻ്റെ പ്രതിഫലം പോയേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തിൻ്റെ പ്രതിഫലം അതെനിക്ക് തന്നെയാണ്, വേറെ ആർക്കും പോകില്ല എന്നാണ്. അതാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഅ്ലമുസ്വലാത്താണ്. അഅ്ലമുസ്വലാത്ത്, സ്വലാത്തുകളിൽ ഏറ്റവും വണ്ണമായത് എന്നർത്ഥം വരുന്ന അഅ്ലമുസ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ സ്വലാത്ത് കാണാതെ പഠിക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഇത് കണ്ട് തന്നെ നമുക്ക് ചൊല്ലിയാൽ മതി. ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. അഅ്ലമുസ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര്. എന്താ ഇതിൻ്റെ നേട്ടം എന്നറിയോ? ഔലിയാക്കന്മാർ മുടങ്ങാതെ സ്ഥിരമായി അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വലാത്താണ് ഈ അഅ്ലമുസ്വലാത്ത്. മഹാനായ CM വലിയുള്ള ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലെ? മഹാനവറുകളുടെ ആണ്ട് മാസമായിരുന്നു ശവ്വാൽ തുടക്കത്തിൽ. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ മരിച്ച വഫാത്തായ മാസമാണല്ലോ ഈ ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ എന്നല്ല, മരണപ്പെട്ടിട്ടുള്ള ഔലിയാക്കന്മാരൊക്കെ അവരൊക്കെ ആ ഒരു പദവിയിലേക്ക് എത്താൻ തന്നെ കാരണം ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലിയത് കൊണ്ടാണ്. നമ്മൾ നോക്കുമ്പോൾ അവരെന്തൊക്കെ വർത്തമാനം പറയുന്നു, പക്ഷെ അത് നമുക്കൊരു വർത്തമാനമായിട്ട് തോന്നുമെങ്കിലും അവർ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ ദിക്റുകളാണ്, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്താണ്, അല്ലേ? അതുപോലെ തന്നെ ദിക്റുകളാണ്, ദുആകളാണ്. അപ്പോൾ അത് ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വലാത്താണ്. എത്രത്തോളം? മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മഹാപണ്ഡിതനാണ്, മഹാസൂഫിയാണ്, വലിയ ആളുകൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന, ദർസ് എടുത്തു കൊടുത്ത വലിയ മഹാനാണ്. അപ്പോൾ ഈ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു തആല അൻഹു സ്ഥിരമായി ചൊല്ലിയിരുന്നൊരു സ്വലാത്താണെന്നും ഈ സ്വലാത്തിന് അസ്വലാത്തുൽ കുബറ എന്ന് പേരുണ്ടെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. മാത്രമല്ല ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു തആല അൻഹു സ്വന്തമായി ചൊല്ലുകയും മറ്റുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ചൊല്ലാൻ പറയുന്ന സ്വലാത്തും ഈ സ്വലാത്തായിരുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ജുനൈദുൽ ബാഗ്ദാദി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. ഞാൻ കള്ളു കുടിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, മറ്റുള്ളവരെ കൊല്ലാൻ തുനിഞ്ഞവനാണ്. ഞാൻ ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പൊറുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു 2 കാര്യം. ഒന്ന്, നീ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് നീ തൗബ ചെയ്യുക. ആ കൂട്ടത്തിൽ ഈ സ്വലാത്തും നിത്യമാക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനെ നിത്യമാക്കി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ സ്വപ്നത്തിൽ ഇയാളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഇയാൾ ഭയങ്കര ഒരു വലിയ സന്തോഷത്തിൽ കഴിയുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായെന്നാണ്. അത്രമാത്രം വലിയ പ്രതിഫലമുള്ള സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. എത്രത്തോളം മഹാന്മാർ പറയുന്നു, 55 കോടി പുണ്യം അല്ലാഹു തആല കൊടുക്കുന്ന സ്വലാത്താണെന്നാണ്. അതുപോലെ തന്നെ മുഖം പ്രകാശിച്ച് മരിക്കാനുള്ള അവസരം കിട്ടുന്ന സ്വലാത്താണ്. വൻപാപങ്ങൾ ഉൾപ്പെടെ പൊറുക്കപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള സ്വലാത്താണ്. അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്ന സ്വലാത്താണ്.
മാത്രമല്ല ഒരുപാട് പ്രതിഫലങ്ങൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകളിൽ കാണാം. സ്വലാത്തിൻ്റെ പ്രത്യേകത ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. പലരുമൊക്കെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കും, നബിയെ, ആഖിറത്തിൽ പരലോകത്ത് വേഗത്തിൽ വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കൂ എന്നാണ്. അപ്പം അങ്ങനെ നമുക്ക് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സ്വലാത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്ത്. അല്ലാഹു തആല മൂസാ നബിക്ക് ഇടക്കിടക്ക് വഹ്യ് കൊടുക്കുമായിരുന്നു. എന്താണ്? ഓ മൂസ, അന്ത്യനാളിൽ നിങ്ങൾക്ക് ദാഹം വരും. ആ ദാഹം വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടുപോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്ന് അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞുവെന്നാണ്. അപ്പോൾ അത്രമാത്രം നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് അഅ്ലമു സ്വലാത്ത്. ആ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ സ്വലാത്ത് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ ഒരു പ്രാവശ്യം കണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരുപാട് ഗുണമാണ്. അപ്പോൾ നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്തിൻ്റെ പേര് അഅ്ലമു സ്വലാത്ത് എന്നാണ്. പല രൂപത്തിലും ഈ സ്വലാത്ത് വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽ നിന്നും ചുരുങ്ങിയ രൂപമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒന്നിച്ച് പതിയെ ചൊല്ലിക്കോ കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുർസലീൻ. അല്ലാഹു, എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഓരോ സ്വലാത്ത് ഇങ്ങനെ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം വെറുതെ ഒന്നും ഇങ്ങനെ സൂചിപ്പിച്ചു പോകാം കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുർസലീൻ. അല്ലാഹുവേ, മുർസലീങ്ങളുടെ 1,24,000 വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ എല്ലാം നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. ഇതാണ് സ്വലാത്തിന്റെ ആദ്യത്തെ വാചകം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുജാഹിദീൻ. മുജാഹിദീങ്ങളുടെ നേതാവെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ആളുകൾ. ആ ധർമ്മസമരം ചെയ്യുന്ന ആളുകളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. ഇനി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിത് തായിബീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്നവർ, ലോകത്ത് ആരൊക്കെ തൗബ ചെയ്യുന്നുണ്ടോ ആ തൗബ ചെയ്യുന്നവരുടെ എല്ലാം നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ ആബിദീൻ. അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരുപാട് നിന്റെ അടിമകളുണ്ട്. ആ അടിമകളുടെ എല്ലാം നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ ഹാമിദീൻ. അല്ലാഹുവേ, ഈ ദുന്യാവിൽ നിന്നെ സ്തുതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നിന്നെ വാഴ്ത്തി പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിസ് സ്വാലിഹീൻ. ആദം നബി മുതൽ ലോക അവസാനം വരെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകൾ വരുന്നുണ്ട്. അവരുടെ എല്ലാം നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിസ് സാജിദീൻ. അല്ലാഹുവേ, നിനക്ക് സുജൂദ് ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ, മലക്കുകൾ നിനക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, ജിന്നുകൾ നിനക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, മറ്റ് ജീവജാലങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, മനുഷ്യർ സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് ചെയ്യുന്നവരുടെയൊക്കെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുത്തഖീൻ. അല്ലാഹുവേ, ലോകത്ത് തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ തഖ്വ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുസ്തഗ്ഫിരീൻ. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുസ്തഗ്ഫിരീൻ. അല്ലാഹുവേ, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയുന്നവർ, പാപമോചനം തേടുന്നവർ ലോകത്ത് ഒരുപാടുണ്ട്. അവരുടെ എല്ലാം നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്.
ഇനി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൻ നാദിമീൻ. അല്ലാഹുവേ, ദുഃഖിക്കുന്നവരായ ഒരുപാട് പേരുണ്ട്. ദുഃഖിക്കുന്നവരെന്ന് പറഞ്ഞാൽ നിന്റെ കരുണയെ പ്രതീക്ഷിച്ച് ദുഃഖിക്കുന്നവർ. അതായത് നിന്റെ കരുണയെ പ്രതീക്ഷിച്ച് അല്ലാഹു അത് തരണം, അല്ലാഹു കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്ത വിഷമമാണ്, അതൊരു ദുഃഖമാണ്. അങ്ങനെ നിന്നെ ഓർത്ത് നിന്റെ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകുമല്ലോ, നരകത്തിൽ കടന്നാൽ വലിയ പ്രതിസന്ധിയാകുമല്ലോ, അങ്ങനെ ഓർത്ത് ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിശ് ശാകിരീൻ. അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിദ് ദാകിരീൻ. അല്ലാഹുവേ, നിനക്ക് ദിക്ർ ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവരുടെ എല്ലാം നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുഹ്സിനീൻ. അല്ലാഹുവേ, ഇഹ്സാനോടുകൂടി നന്മയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൻ നബിയീൻ. നേരത്തെ പറഞ്ഞതുപോലെ 1,24,000 വരുന്ന പ്രവാചകന്മാർ, നബിമാരുണ്ട്. ആ നബിമാരുടെ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഇതാണ് ആലമുസ്സലാത്ത്. ആലമുസ്സലാത്ത് ഇതല്ല, ഇതുപോലെ ഒരുപാടുണ്ട്. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള സ്വലാത്താണ്. അത് പറയാൻ നിന്നാൽ ഒരുപാട് സമയം പിടിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് ആദമുസ്വലാത്തിൻ്റെ വളരെ ചുരുങ്ങിയ രൂപമാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് ഇതെന്ത് വലിയ സ്വലാത്താണ്, ഇത് ഇങ്ങനെ പറഞ്ഞു തീരും, ഇത് ഒരുപാടുണ്ടല്ലോ. ഒരു 7-8 വരിയേ ഉള്ളൂ. അത് ഞാൻ ഈ അർത്ഥം കൂടി പറഞ്ഞപ്പോഴാണ് ഇച്ചിരി വിശാലമായിട്ട് തോന്നിയത്. നിങ്ങളൊന്ന് ആദ്യം തൊട്ടൊന്ന് കേട്ട് നോക്കിയാൽ വളരെ സിമ്പിളായി. ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കി വെറുതെ ജസ്റ്റ് ഒന്ന് ഓതിയാൽ, ഒന്ന് ബാക്കിലേക്കൊന്ന് അടിച്ചു നോക്കിയിട്ടേ, ഒന്ന് ബാക്കിലേക്കൊന്ന് വീഡിയോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓതി നോക്കിയാൽ വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും. ഉസ്താദ് ഞങ്ങൾ എന്തിനാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു, അത് പോരെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ആവശ്യമില്ലല്ലോ, താജു സ്വലാത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഏതെങ്കിലും ഒരു സ്വലാത്ത് പോരെ. പക്ഷെ ഈ സ്വലാത്തുകൾക്കെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ഈ സ്വലാത്തിനും ഞാൻ പറഞ്ഞല്ലോ 55 കോടി പുണ്യമാണ്. വൻപാപങ്ങൾ ഉൾപ്പെടെ ഇത് പൊറുക്കപ്പെടുമെന്ന്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഈ സ്വലാത്തിന്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നിങ്ങളൊന്ന് ബാക്കിലേക്ക് കഴിച്ചു നോക്കിയിട്ട് ഒന്ന് എഴുതിയെടുത്തിട്ടൊന്ന് നിങ്ങളൊന്ന് ഓതി നോക്ക്. ഒരു 6-7 വരിയേ ഉണ്ടാവുള്ളൂ. പേനയും പേപ്പറും എടുത്ത് എഴുതിയാൽ ഒരു 7-8 വരിയിൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പം നമ്മൾ താജു സ്വലാത്തൊക്കെ ചൊല്ലും, ഇത്രയോ വലിയ സ്വലാത്താണ് അല്ലേ. താജു സ്വലാത്തൊക്കെ വലിയ സ്വലാത്ത്, അതുവരെ കാണാതെ പഠിച്ച ഉമ്മമാരും വാപ്പമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു സ്വലാത്താണ് ആദമു സ്വലാത്ത്. വളരെ വിശാലമായ സ്വലാത്ത്, ചുരുക്കി പറഞ്ഞൊന്ന് മാത്രം. അൽഹംദുലില്ലാ. അപ്പോൾ ഈ സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലുക. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു സ്വലാത്ത് പറയാൻ മറന്നു പോവേണ്ട. ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന സ്വലാത്താണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സ്വലാത്ത്, ഇതുപോലെ ഒരുപാട് സ്വലാത്തുകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വരുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ചൊല്ലാനും ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ കരസ്ഥമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.